ഹായ്, ഇന്ന് ഞാനൊരു 4 മണി പലഹാരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അറിയോ? ഉണ്ടല്ലേ, കുട്ടികളുടെ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി ഇല്ലേ, എൻ്റെ ചെറിയ കുട്ടിക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു ഉണ്ട ഉണ്ടാക്കുകയാണ്. അമൃതം പൊടിയിട്ട് ഉണ്ട ഉണ്ടാക്കുകയാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അമൃതം പൊടി ഇതാട്ടോ, അത് അത് ഒരു പാക്കറ്റ് അമൃതം പൊടി ഉണ്ട്, പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടതാണ്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനിയും തേങ്ങയും ആണ് ഇടേണ്ടത്. അപ്പോൾ ശർക്കര റെഡി ആയിട്ടുണ്ട്, ചൂടാറാൻ വെച്ചിരിക്കുകയാണ്. ഒരു 3 അച്ച് ശർക്കര തിളപ്പിച്ച് ചൂടാറാൻ വേണ്ടി വെച്ചതാണ്. നമുക്കിത് അരിച്ചിട്ട് അതിലേക്ക് ഒഴിക്കണം. ഒരു മുറി തേങ്ങ ചിരകി എടുത്തതാണ്, നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാതും ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഏലക്ക നമുക്ക് ചതച്ചാൽ കുരു മാത്രം എടുത്ത് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏലക്ക ചതച്ചതാണ്. ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട്, അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മിക്സ് ചെയ്യുക. നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് അരിച്ച് മാറ്റിയിട്ടുള്ള ശർക്കരപ്പാനിയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇതുകൊണ്ട് ഉണ്ടാക്കേണ്ട പരിവായി. നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് തേങ്ങ വിതറി കൊടുക്കാം കേട്ടോ. നമ്മൾ ഉണ്ടയ്ക്കുള്ള പാകത്തിനുള്ള സൈസ് വലിപ്പം കൂടിയിട്ടും കുറഞ്ഞിട്ടും ഏത് സൈസിലാണെങ്കിലും നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഞാൻ മുഴുവനാക്കി വെക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രൂപത്തിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ അമൃതം പൊടിയോട് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ട ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അമൃതം പൊടി കിട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ അമൃതം പൊടി തന്നെ വരകി കൊടുക്കുമ്പോൾ തിന്നാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടോ ലഡു ഉണ്ടാക്കിയിട്ടോ അമൃതം പൊടിയോട് ഉണ്ടാക്കാൻ പറ്റിയ കുറേ സാധനങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. നല്ല കാര്യമാണ്, നല്ലതാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതാണ്ട് എത്രയും ഉണ്ട ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കുറേ കുട്ടികളുണ്ട്, അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ചൂട് കട്ടൻ ചായയും കൂടി കുടിച്ചാണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. നമ്മൾ 4 മണി പലഹാരമാണിത്, അടിപൊളിയാണ് കേട്ടോ.